സിസ്റ്റം അപ്ഗ്രേഡിന്റെ പാർട്ട് 4 വീഡിയോയില് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാർമിക് ക്രിയേഷന്റെ ഒരു ഡയഗ്രാം പറഞ്ഞല്ലോ. ആ ഒരു ഡയഗ്രാം ഒന്നും കൂടി വിശദീകരിച്ച് പറയാൻ പോവുകയാണ്. നമ്മൾ പറഞ്ഞു മേലെ ഒരു സോഴ്സ് ഉണ്ട്, താഴെ ഗ്രൗണ്ട് ഉണ്ട്, അതിന്റെ ഇടയിൽ നമ്മൾ പ്രോഗ്രാംസ് ഇൻജക്ട് ചെയ്തിട്ടുള്ള ഒരു കാർമിക് ക്രിയേഷൻ ഉണ്ടെന്നുള്ളത്. ഒരു ക്രിയേഷൻ പ്രോഗ്രാംഡ് ആയിട്ടുണ്ടെങ്കിൽ അത് വളരെ കാർമിക് ആവും. ട്രൂ ആയിട്ടുള്ള സോഴ്സിനും ഗ്രൗണ്ടിനും ഇടയിൽ വരുന്നത് ട്രൂ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ ആണ്. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോഗ്രാമിംഗ് വരുമ്പോഴാണ് അവിടുത്തെ ക്രിയേഷനിൽ അത് മലിനപ്പെടുകയും അത് കോഡിപ്പെൻഡൻസി ആയിട്ട് മാറുകയും ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ 3 പാർട്ടിലെ വീഡിയോസിൽ പറയുകയുണ്ടായി. ഇപ്രാവശ്യം നമ്മൾ കാർമിക് ക്രിയേഷന് അതിന്റെ ഡയഗ്രാമിനെ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് വിവരിക്കുകയാണ്, കുറച്ചധികം എക്സ്പ്ലെയിൻ ചെയ്ത് വിവരിക്കുകയാണ്. അപ്പോ നമുക്ക് ഡയഗ്രാം നോക്കാം. കാർമിക് ക്രിയേഷനിൽ നമ്മൾ പറഞ്ഞു മേലൊരു സോഴ്സ് ഉണ്ടാവും, ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ ഇവിടെ കാർമിക് ക്രിയേഷൻ അല്ലെങ്കിൽ കാർമിക് ഡ്രെയിൻ ഉണ്ട്. ഇപ്രാവശ്യം നമ്മളിത് കുറച്ചുകൂടി വിശദീകരിക്കാൻ പോവുകയാണ്. നമുക്കറിയാം ഈ സോഴ്സിന്റെയും ഈ കാർമിക് ഡ്രെയിനിന്റെയും ഇടയിലാണ് എംപാത്തുകൾ ഉടലെടുക്കുന്നത്. ഈ കാർമിക് ഡ്രെയിനിന്റെയും ഈ ഗ്രൗണ്ടിന്റെയും ഇടയിലാണ് നാർസിസിസ്റ്റുകൾ ഉടലെടുക്കുന്നത്, അല്ലെങ്കിൽ എനർജി വാമ്പയേഴ്സ് ഉടലെടുക്കുന്നത്. ഈ ഡയഗ്രാം ഒന്ന് ശരിക്കും നോക്കിക്കോ. അപ്പോ ഇടയില് ഒരു കാർമിക് ക്രിയേഷൻ അല്ലെങ്കിൽ കാർമിക് ഡ്രെയിൻ വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് അത് ഡ്രെയിൻ ആയിട്ട് പോവും. എംപാത്ത് ഗ്രൂപ്പിന്റെയും സോഴ്സിനെ എടുക്കാൻ കഴിവുള്ള ഒരേ ഒരു ഗ്രൂപ്പാണ് എംപാത്ത് എന്ന് നമുക്കറിയാലോ. അപ്പോ സോഴ്സിനെ എംപാത്തുകൾ എടുക്കുമ്പോൾ എംപാത്ത് ഒരു കാർമിക് പ്രോഗ്രാം ആയിട്ട് കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എംപാത്തുകൾ ഡ്രെയിൻ ആയിട്ട് പോവും, സോഴ്സ് ഡ്രെയിൻ ആയിട്ട് പോവും. അത് ശരിക്കും ഗ്രൗണ്ടിൽ എത്തില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. ഒരു കാർമിക് പ്രോഗ്രാമിന്റെയും ഗ്രൗണ്ടിന്റെയും ഇടയിലാണ് നാർസിസിസ്റ്റുകൾ കിടക്കുന്നത്. നാർസിസിസ്റ്റുകൾക്ക് ഒരിക്കലും സോഴ്സിലേക്ക് എത്താൻ കഴിയില്ല, അവർക്ക് എംപാത്തിലൂടെ എത്താൻ കഴിയൂ. അതുകൊണ്ട് അവർ എംപാത്തിൽ നിന്നായിരിക്കും എനർജി എടുക്കുക. എംപാത്തിന് പ്രോഗ്രാമഡ് ആയിട്ടുള്ളത് കൊണ്ട് എംപാത്തിന് സോഴ്സിൽ നിന്ന് ട്രൂ ലൈറ്റ് എടുക്കണതിന് പകരം അവർ എന്ത് ചെയ്യും, ഒരു കാർമിക് ക്രിയേഷനിൽ പ്രോഗ്രാമിന് ഫാൾസ് ലൈറ്റ് അല്ലെങ്കിൽ ഫാൾസ് ഇൻഫോർമേഷൻ എടുക്കുന്നതായിട്ട് കാണാം. അപ്പോ ഈ ഫാൾസ് ഇൻഫോർമേഷനെയാണ് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നാർസിസിസ്റ്റുകൾ എംപാത്തുകളെ ഡ്രെയിൻ ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിലും അത് അവരുടെ ഫാൾസ് ലൈറ്റ് മാത്രമാണ് അവർക്ക് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഡ്രെയിൻ ചെയ്യാനും കഴിയുന്നത്. ട്രൂ സോഴ്സിനെ ഒരിക്കലും ഒരു ഡിഎം പൊളാരിറ്റിക്കോ ഒരു നാർസിസിസ്റ്റിക് പേഴ്സണോ ഡ്രെയിൻ ചെയ്യാൻ കഴിയില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ എംപാത്തുകളിൽ നിന്ന് എന്തെങ്കിലും എനർജി അബ്സോർബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ന് പറയുന്നത് ഫാൾസ് ലൈറ്റ് ആണ്. ഫാൾസ് ലൈറ്റ് വരുന്നത് എന്താണ്, കാർമിക് ക്രിയേഷനിൽ നിന്ന് ഇൻഫോർമേഷൻ എടുക്കുന്നത് കൊണ്ടാണ്. ട്രൂ സോഴ്സിക്ക് DF കണക്റ്റഡ് അല്ലാത്തത് കൊണ്ടാണ്. നാർസിസിസ്റ്റുകൾ എന്ത് ചെയ്യും, അവര് ഫാൾസ് ലൈറ്റിൽ നിന്നാണ് എനർജി ഊറ്റുക. അപ്പോ അതൊരു തെറ്റായ കാര്യമൊന്നുമല്ല. അതുകൊണ്ടാണ് എംപാത്തുകൾ അല്ലെങ്കിൽ ഡിവൈൻ ഫെമിനിൻ ഗ്രൂപ്പ് അവേക്കൻഡ് ആവുന്നത്. അപ്പൊ ഈ ഫാൾസ് ലൈറ്റിനെ നാർസിസിസ്റ്റിക് അല്ലെങ്കിൽ ഒരു DM ഗ്രൂപ്പ് എന്ത് ചെയ്യും, അവർക്ക് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. കാരണം അവർക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ട് അവരത് അത് തിരിച്ചും മറിച്ചിട്ടിട്ട് നമ്മുടെ മൈൻഡിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഇനി എംപാത്ത് ഗ്രൂപ്പിനെ ട്രൂലി ഗ്രൗണ്ട് ചെയ്യാൻ അറിയില്ല, അവരുടെ ഒരു കഴിവ് കുറവാണ്, അവർക്ക് ശരിക്കും ഗ്രൗണ്ട് ചെയ്യാൻ അറിയാത്ത ഒരു പ്രോബ്ലം. അപ്പോ എംപാത്ത് ഗ്രൂപ്പ് അവരുടെ എനർജി ഗ്രൗണ്ട് ചെയ്യുന്നതിന് പകരം എന്ത് സംഭവിക്കും,
നാർസിസിസ്റ്റ് ഗ്രൂപ്പിലേക്ക് ആ എനർജി പോവുകയും അത് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ ശരിക്കും അത് ഗ്രൗണ്ട് ആവുന്നില്ല നമുക്ക് കാണാൻ കഴിയും. പകരം എന്താവും, അത് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് അതൊരു മാനിപ്പുലേഷൻ വഴി തന്നെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഈ ഡയഗ്രാം ഒന്ന് നോക്കി വെക്കുക. ഈ ഡയഗ്രാമിൽ പറയുന്നത് സോഴ്സ് എന്ന് പറയുന്നത് DF ആണ്. അതൊരു പ്യുവർ ജനറേഷൻ ആണ്, അത് സോൾ ആണ്. ഇനി സോഴ്സിനും കാർമിക് ക്രിയേഷൻ അല്ലെങ്കിൽ കാർമിക് ആയിട്ടുള്ള ഡ്രെയിനിനും ഇടയിൽ എംപാത്ത് ഗ്രൂപ്പ് ഉണ്ട്. എംപാത്ത് എന്ന് പറയുന്നത് ഈ അപ്പർ ജംഗ്ഷനിൽ എന്താണ്, ഡ്രെയിൻഡ് ആണ്. അവരെപ്പോഴും എനർജി ലോസ് ആയിക്കൊണ്ടിരിക്കും, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഈ എംപാത്ത് ഗ്രൂപ്പിനെ നമുക്ക് DF എന്ന് പറയാം. എവേക്കഡ് അല്ലാത്ത DF. അവരുടെ എനർജി എപ്പോഴും ഇവിടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. സോഴ്സിനും കാർമിക് ക്രിയേഷനും ഇടയിൽ എംപാത്തുകൾ ഉണ്ട്. അവരെപ്പോഴും ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും. കാരണം അവർക്ക് സോഴ്സിൽ നിന്നുള്ള ട്രൂ സോഴ്സ് അല്ലെങ്കിൽ ട്രൂ ഇൻഫോർമേഷൻ അല്ല ലഭിക്കുന്നത്. പകരം അവർ കാർമിക് പ്രോഗ്രാമിംഗിൽ നിന്ന് എടുത്തിട്ടുള്ള ഫാൾസ് ലൈറ്റ് ആണ് പലപ്പോഴും അവര് പുറത്തേക്ക് വിടുന്നതും പ്രോഗ്രാമഡ് ആയിട്ട് വിടുന്നതും ഒക്കെ മെട്രിക്സിൽ നിന്ന് എടുക്കുന്ന ഇൻഫോർമേഷൻ തന്നെയാണ്. അതാണ് അവർ ആദ്യം പ്രോസസ് ചെയ്ത് തീരാ. അതിനുശേഷം മാത്രമാണ് അവർക്ക് അവേക്കനിങ് ഉണ്ടായിട്ട് എന്താ ട്രൂ സോഴ്സിലേക്ക് ഉള്ള കണക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ കാർമിക് ഡ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതൊരു പ്രോഗ്രാം ആണ്, അതൊരു ഡിസ്റ്റോർഷൻ ആണ്, ഡിസ്റ്റോർഷൻ. ഇനി കാർമിക് ഡ്രെയിനിന്റെയും ഗ്രൗണ്ടിന്റെയും അതായത് വോയിഡിന്റെയും ഇടയിൽ കിടക്കുന്ന ആൾക്കാരാണ് നാർസിസിസ്റ്റ് അല്ലെങ്കിൽ വാമ്പയേഴ്സ്, എനർജി വാമ്പയേഴ്സ്. അവരെന്ത് ചെയ്യും, അവരാണ് ഈ ലോവർ ജംഗ്ഷനില് കാർമിക് ഡ്രെയിനിന്റെയും ഗ്രൗണ്ടിന്റെ ഇടയിലുള്ള ഒരു ഭാഗത്തെയാണ് നമ്മൾ ലോവർ ജംഗ്ഷൻ എന്ന് പറയാ. ഈ ലോവർ ജംഗ്ഷനിൽ കിടന്നിട്ട് എനർജി അബ്സോർബ് ചെയ്യുന്നതും ഫാൾസ് ലൈറ്റിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്ക് വരുന്ന ലൈറ്റിനെ ഡിസ്റ്റോർട്ട് ചെയ്ത് കളയുന്നതും അതൊക്കെ ചെയ്യുന്നത് ആരാണ്, ഈ ലോവർ ജംഗ്ഷനിൽ ഇരിക്കുന്ന പൊളാരിറ്റി ആണ്, DM പൊളാരിറ്റി ആണ്. അപ്പോ അവര് ഇങ്ങനെ അബ്സോർബ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ കാർമിക് ആയിട്ട് കോണ്ടാക്ട് വരുന്ന എംപാത്തുകളിൽ നിന്ന് ഒരു ഊർജം പ്രവഹിക്കും. അവരുടെ എനർജി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും, ഫാൾസ് ലൈറ്റ് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോ ഈ എനർജി, ഈ റിയാക്ഷൻസ്, ഈ ഇമോഷൻസ് കാർമിക് ഡ്രെയിൻ ആയിട്ട് പ്രോഗ്രാമിങ്ങിലൂടെ സംഭവിച്ച സോൾ വൂൺസ് കാരണം ഉണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണകള്, അതിൽ നിന്നുണ്ടാവുന്ന വേദനകള്, അതൊക്കെ എംപാത്തുകളുടെ ഒരു ഡ്രെയിനേജ് ആണ്. അവരുള്ളിൽ നിന്ന് പ്രവഹിക്കുന്ന എനർജിയാണ്. അതൊക്കെ കാർമിക് ക്രിയേഷന്റെ ഉള്ളിലേക്കാണ് പോകുന്നത്, നേരിട്ട് ഗ്രൗണ്ടിലേക്കല്ല പോകുന്നത്. ഒരു പ്യുവർ സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ലൈറ്റ് നമുക്ക് നേരിട്ട് ഗ്രൗണ്ടിലേക്ക് കളയാൻ കഴിയും. പക്ഷെ എംപാത്തുകളുടെ ഫാൾസ് ലൈറ്റ് എന്താണ്, കാർമിക് പ്രോഗ്രാമിലേക്കാണ് പോകുന്നത്, കാർമിക് ക്രിയേഷനിലേക്കാണ് പോകുന്നത്. അപ്പോ കാർമിക് ക്രിയേഷനിക്ക് നാർസിസിസ്റ്റുകൾ ഒരു കൊടുത്തിട്ടുണ്ട്, ഒരു വല ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ കാർമിക് ക്രിയേഷനിൽ നിന്ന് നാർസിസിസ്റ്റുകൾ അതിൽ കിടക്കുന്ന എനർജികൾ വലിച്ചെടുക്കുകയും അത് ഉപയോഗിക്കുകയും അവർക്ക് ഫേക്ക് ആയിട്ടുള്ള ഒരു ഈഗോ സ്ട്രക്ചർ ഉണ്ടാക്കുകയും ചെയ്യും. അവരങ്ങനെ നിലനിന്ന് പോകുന്നു. അപ്പോ അവർക്ക് ഈ വലിച്ചെടുക്കുന്ന എനർജി ഗ്രൗണ്ട് ചെയ്ത് കളയാനും കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ്. അപ്പൊ അത് ഡിസ്റ്റോർട്ടഡ് ആയി പോകുന്നു, അവരും എങ്ങും എത്താത്ത പോലെ പോകുന്നു. അവർക്ക് ട്രൂ ആയിട്ടുള്ള ലൈറ്റ് സോഴ്സിക്ക് കണക്ഷൻ ഇല്ലാന്നും കാണാൻ കഴിയും. അപ്പോ അവര് എന്ന് പറയുന്നത് കാർമിക് ക്രിയേഷന്റെയും എംപാത്തുകളുടെയും അടിയിൽ കിടക്കുന്നത് കൊണ്ട്, ലോവർ ജംഗ്ഷനിൽ കിടക്കുന്നതുകൊണ്ട് അവർക്ക് സോഴ്സ് എന്താ, ലൈറ്റ് എന്താന്ന് ഒരു പിടിയുമില്ല. DF അല്ലെങ്കിൽ എംപാത്ത് അപ്പർ ജംഗ്ഷനിൽ കിടക്കണോണ്ട്, കാർമിക് ഡ്രെയിനിന്റെ സോഴ്സിന്റെ ഇടയിൽ കിടക്കണോണ്ട് അവർക്ക് എന്താണ്, അവർക്ക് ഗ്രൗണ്ട് എന്താ, ട്രൂ ഗ്രൗണ്ട് എന്താ, ട്രൂ ഗ്രൗണ്ടിങ് എന്താ, അവർക്ക് ഒരു ട്രൂ ചാനൽ എങ്ങനെ ആവാൻ പറ്റും, ഒരു ട്രൂ ചേഞ്ച് എങ്ങനെ ലൈഫിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ മെട്രിക്സിലേക്ക് കൊണ്ടുവരാൻ കഴിയും, അത് അവർക്ക് അറിയില്ല. ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, അതാണ് ഒരു വോയിഡ്, അതാണ് ഡിവൈൻ മാസ്കുലിൻ കണ്ടെയ്നർ എന്ന് പറയുന്നത്. അപ്പോ ഈ ഒരു ഡയഗ്രാമിനെയാണ് നമ്മള് പ്രീഡേറ്ററി പൈപ്പ് ലൈൻ എന്ന് പറയുന്നത്. പ്രീഡേറ്ററി പൈപ്പ് ലൈനില് എംപാത്തുകൾ കണക്റ്റഡ് ആയിട്ടുള്ളത് ഫാൾസ് ലൈറ്റിലാണ്. അതായത് കാർമിക് ക്രിയേഷന്, അതിലെ പ്രോഗ്രാമിങ്ങും അതിലെ ബിലീഫ് സിസ്റ്റംസും
അതിലെ ഇൻഫോർമേഷനുമായിട്ടാണ് എംപാത്തുകൾ കണക്റ്റഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് കളയാൻ കഴിയും, അതിനെ ട്വിസ്റ്റ് ചെയ്ത് നമ്മളെ തലതിരിക്കാൻ കഴിയും നാർസിസിസ്റ്റുകൾക്ക്. അപ്പോ ഈ ഫാൾസ് ലൈറ്റ് എന്ത് സംഭവിക്കും, അത് നാർസിസിസ്റ്റുകളിലേക്ക് പോകുമ്പോൾ അത് മാനിപ്പുലേഷൻ ആയിട്ട് മാറും. ഇനി നാർസിസിസ്റ്റുകൾ ഒരു ഫാൾസ് ഗ്രൗണ്ട് ആണ്. ഫാൾസ് ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നാർസിസിസ്റ്റുകളിലൂടെ ഒരിക്കലും ഗ്രൗണ്ട് ചെയ്യാൻ പറ്റില്ല. അവര് നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു നിലല്ല, നമുക്ക് ഒരിക്കലും സേഫ്റ്റി തരില്ല, സപ്പോർട്ട് തരില്ല. അപ്പോ അത് എന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് അവർക്ക് കൊടുക്കും തോറും അത് ഡിസ്റ്റോർട്ടഡ് ആയിട്ട് പോകും, അത് ട്രൂലി ഗ്രൗണ്ട് ആവില്ല, അതിനൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോ അത് എന്ത് സംഭവിക്കും, അത് ഫാൾസ് ഗ്രൗണ്ട് എംപാത്തിലെത്തിയാൽ എന്ത് സംഭവിക്കും, അത് ഡിസ്റ്റോർഷനിലേക്ക് പോകും. ഫാൾസ് ലൈറ്റ് നാർസിസിസ്റ്റിൽ എത്തിയാൽ എന്ത് സംഭവിക്കും, അത് മാനിപ്പുലേഷനിലേക്ക് പോകും. ഈ ഡയഗ്രാം ഞാൻ വെറുതെ കാണിച്ചതാണ്, ഞാൻ ഇനി പറയാം, ഇതിനെപ്പറ്റി കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സോൾ ആണ്, ഡിവൈൻ ഫെമിനിൻ ആണ്. ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വോയിഡ് ആണ്, ഡിവൈൻ മാസ്കുലിൻ ആണ്. സോഴ്സിനും കാർമിക്കിനും ഇടയിൽ ഒരു ഡ്രെയിനേജ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അവിടെയാണ് നമ്മുടെ ഡിവൈൻ ഫെമിനിൻസ് ഇരിക്കുന്നത്, ഡ്രെയിൻ ആവുന്ന സ്ഥലത്താണ്. കാരണം സോഴ്സ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഡ്രെയിനേജ് ഉണ്ടാവുള്ളൂ, ആ സോഴ്സിനെ ഡ്രെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഡിവൈൻ മാസ്കുലിൻസിന് ഡ്രെയിൻ ആവില്ല അവരൊരിക്കലും, കാരണം അവർക്ക് സോഴ്സിക്ക് കണക്ഷൻ ഇല്ല, അവർക്ക് ഡ്രെയിൻ ആവാനൊന്നും ഇല്ല. അവര് ലോവർ ജംഗ്ഷനിലാണ് ഇരിക്കുന്നത് നമ്മൾ കണ്ടു, ഏറ്റവും അടിയിലായിരിക്കണത്, ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഭൂമിയുടെ ആ ഒരു കോറിന്റെ അവിടെ ആയിരിക്കണത്. ട്രോമകളും ഷാഡോസും ഉള്ള ഒരു ലോവർ ഡെൻസിറ്റിയിലാണ് അവരിയ്ക്കുന്നത്. അവർക്ക് സോഴ്സിക്ക് കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അവര് ഡ്രെയിൻ ആവില്ല. എന്നാൽ ഗ്രൗണ്ടിന് അടുത്തിരിക്കുന്നത് കൊണ്ട് എന്താവും, അവര് ഡിസ്റ്റോർട്ടഡ് ആവും. അവർക്ക് ശരിക്കും ഗ്രൗണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവര് ഡിസ്റ്റോർട്ടഡ് ആവും. അവര് ബോങ്കേഴ്സ് പോകുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് തലതിരിഞ്ഞ് എന്താ പറയാ, സലാഡ് പോലെ സംസാരിക്കാൻ തുടങ്ങും. എന്തുകൊണ്ട്, അവർക്ക് ശരിക്കും ഗ്രൗണ്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവര് ഒരു തരത്തില് എന്താ പറയാ, ഗോ ബോങ്കേഴ്സ് ആവും എന്ന് പറയാം. അതുകൊണ്ട് സോഴ്സിനും കാർമിക് ക്രിയേഷനും കാർമിക് ഡ്രെയിനും ഇടയിൽ ഇരിക്കുന്ന എംപാത്തുകൾ എപ്പോഴും ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും. അതാണ് ഡിവൈൻ ഫെമിനിൻസ്. അതാണ് ഒരു സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് ഹ്യൂമാനിറ്റി. ഡിവൈൻ ഫെമിനിൻസ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഗ്രൂപ്പ് ആണല്ലേ. അവരെന്താണ്, ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ ഒരു ഭാഗം ആളുകള് വെറുതെ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട്, അവർക്ക് സ്വയം ഒരു ഗ്രൗണ്ടിലേക്കോ സ്വയം ഒരു ട്രൂ സോഴ്സിലേക്കോ കണക്ഷൻ ഇല്ലാത്തത് കൊണ്ട്, അവർ പാറ്റേൺസ് ബ്രേക്ക് ചെയ്യാത്തത് കൊണ്ട്, ഇന്നർ വർക്ക് ചെയ്ത് ഹീൽ ചെയ്യാത്തത് കൊണ്ട് അവര് സിംപിളി അവരുടെ സോള് ട്രാപ്ഡ് ആണ്, അവരുടെ സോള് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. അപ്പോ ഇത് മാറ്റണമെങ്കിൽ, ഈ ഡ്രെയിനിങ് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, അവരെ കാർമിക് ക്രിയേഷനെ തകർത്ത് കോഡിപ്പെൻഡൻസി തകർത്ത് പുറത്തേക്ക് വരണം. അവരുടെ എക്സ്പ്രഷൻ ശരിയാക്കണം. അവരെന്ത് ചെയ്യണം, അവരുടെ ട്രൂ സോഴ്സിനെ ഗ്രൗണ്ട് ചെയ്ത് കളയണം. ഗ്രൗണ്ട് ചെയ്ത് ഭൂമിക്ക് മാറ്റം വരുത്തുന്ന ഒരു മെട്രിക്സ് ഉണ്ടാക്കാനും ഒരു ക്രിയേഷൻ ഉണ്ടാക്കാനും മുൻകൈ എടുക്കണം. അത് അവരുടെ എക്സ്പ്രഷനിൽ കൂടെ തന്നെ സാധിക്കുന്നതായിട്ട് കാണണം. അപ്പോ ഒരു വിഭാഗം ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, എനർജി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കറിയാം മറ്റൊരു വിഭാഗം ഹ്യൂമാനിറ്റി ആണ് നാർസിസിസ്റ്റിക്, അല്ലെങ്കിൽ ആ ഒരു DM പോളാരിറ്റി. അപ്പോ അവരിരിക്കുന്നത് എന്താണ്, കാർമിക് ക്രിയേഷനും വോയിഡിനും ഇടയിലാണെന്ന് നമ്മൾ കണ്ടു. അവരെന്താണ്, ഈ എനർജി, അവർക്ക് കിട്ടുന്ന എനർജി ഒക്കെ എന്താണ്, അബ്സോർബ് ചെയ്തെടുക്കും. അവർക്ക് വേറെ വഴിയില്ല. അവർ ലോവർ ജംഗ്ഷനിലായോണ്ട് അവർ ആ കാർമിക് ക്രിയേഷന്റെ അടിയിൽ കിടക്കണോണ്ട് ആ ക്രിയേഷനിലേക്ക് വരുന്ന ഒരു സോഴ്സിലേക്ക് പ്ലഗ് ചെയ്യാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് കാർമിക് ഡ്രെയിനേജ് വഴി, അതായത് എംപാത്തിന്റെ ഡ്രെയിൻ ചെയ്ത ആ ഒരു എനർജി കാർമിക് ക്രിയേഷനിൽ കിടന്ന് അലൈൻ ഉണ്ടാവും. ആ എനർജീനൊക്കെ എന്ത് ചെയ്യും, നാർസിസിസ്റ്റ് കാർമിക് ക്രിയേഷനിലേക്ക് പ്ലഗ്ഡ് ആയതുകൊണ്ട്, അവര് സോഴ്സിക്ക് പ്ലഗ് അല്ലെങ്കിലും അവർ കാർമിക് ക്രിയേഷനിലേക്ക് പ്ലഗ് ആയതുകൊണ്ട് കാർമിക്കിക്ക് പോകുന്ന എനർജി എന്ത് ചെയ്യും, അവര് അബ്സോർബ് ചെയ്തെടുക്കും. അപ്പൊ അത് തെറ്റല്ല, നാർസിസിസ്റ്റുകൾ തെറ്റല്ല. അവരെന്ത് ചെയ്യും, അവര്
നിങ്ങൾക്ക് സോഴ്സ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആവുന്നത് അവർ അബ്സോർബ് ചെയ്യും. അവരൊരു തരത്തിലൊരു ഫങ്ഷനിങ് മോഡാലിറ്റി ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ അവരെ നാർസിസിസ്റ്റ് എനർജി വാമ്പയേഴ്സ് എന്ന് പറയുന്നത്. അതൊരു തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ, എനർജറ്റിക്കലി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഫങ്ഷനെ നമ്മൾ കളിയാക്കുകയാണെന്ന് പറയാം. എന്നാലും അതിനുണ്ടാവുന്ന പെയിൻ റിയൽ ആണ്. പക്ഷെ അത് നമ്മുടെ സോഴ്സിക്കും ഗ്രൗണ്ടിക്കുള്ള ഒരു ഡിസ്കണക്ഷന്റെ പെയിൻ തന്നെയാണ്. അവരുടെ പെയിനും നമ്മൾ ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഈ മാപ്പ് കണ്ടു. അപ്പോ നമ്മൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു എനർജറ്റിക് പൈപ്പ് ലൈനിൽ എങ്ങനെയാണ് എക്സ്ട്രാക്ഷൻ നടക്കുന്നത്, എനർജി എക്സ്ട്രാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, പൊളാരിറ്റികളുടെ ഇടയിൽ എങ്ങനെയാണ് എനർജി എക്സ്ട്രാക്ട് ചെയ്ത് പോകുന്നത് എന്ന് നമ്മൾ കണ്ടു. അപ്പോ നമ്മളൊരു ഡിവൈൻ ഫെമിനിൻ എനർജിയെ സോഴ്സ് ആയിട്ടും, അതായത് നമ്മുടെ ലൈഫ് ഫോഴ്സ്, ക്രിയേറ്റീവ് ലൈഫ് ഫോഴ്സിന്റെ ഒരു ജനറേറ്റർ ആയിട്ടും നമ്മുടെ സോൾ ആയിട്ടും എടുക്കുകയാണെങ്കിലും, ഡിവൈൻ മാസ്കുലിൻ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടിനെ അല്ലെങ്കിൽ വോയിഡിനെ ഒരു സ്പേസ്, അത് നമ്മളെ റിസീവ് ചെയ്യാനുള്ള ഒരു സ്പേസ്, നമ്മളെ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്പേസ്, നമ്മളെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു സ്പേസ് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ഉള്ളിലൂടെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ സംഭവിക്കുന്നത്. നമ്മുടെ മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ പറഞ്ഞു നമ്മളൊരു ട്രാൻസ്മിഷൻ ലൈൻ ആണെന്നുള്ളത്. അപ്പോൾ ഒരു ട്രൂ സോഴ്സിനും ഗ്രൗണ്ടിനും ഇടയിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ നടക്കുന്നതായിട്ട് കാണാൻ കഴിയും. പക്ഷേ ഈ ഡയഗ്രാമിൽ കണ്ടു, കാർമിക് ക്രിയേഷന്റെ ഡയഗ്രാമിൽ നമ്മൾ കണ്ടു ഒരു കാർമിക് പ്രോഗ്രാം അതിന്റെ നടുവിലിരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് നമ്മളൊരു ട്രാൻസ്മിഷൻ ലൈൻ ആവുകയല്ല ചെയ്യുന്നത്. പകരം നമ്മൾ എന്താണ് അവിടെ ഒരു പ്രിഡാറ്ററി പൈപ്പ് ലൈൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കാർമിക് ക്രിയേഷനിലേക്ക് എംപാത്തുകളുടെ എനർജി നഷ്ടപ്പെടുകയും കാർമിക് ക്രിയേഷനിൽ നിന്ന് നാർസിസിസ്റ്റുകൾ എനർജി എടുക്കുകയും ചെയ്യും. ഇത് രണ്ടുപേർക്കും ഗുണകരമല്ല. എംപാത്തുകളുടെ ഫാൾസ് ലൈറ്റ് എന്ന് പറയുന്നത് മനിപ്പുലേറ്റ് ചെയ്യാൻ കഴിയും. നാർസിസിസ്റ്റുകൾ എന്ത് ചെയ്യും? അവരുടെ സ്വഭാവം തന്നെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് പോവും. ലൈഫ് എങ്ങോട്ടും പോവാത്തതായിട്ട് കാണാൻ കഴിയും. അവർ വളരെയധികം കർമ്മയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ TFകൾ വളരാത്തത് കൊണ്ടും അവരുടെ ഒരു ഫാൾസ് ലൈറ്റ് അവര് ഉപേക്ഷിക്കാത്തത് കൊണ്ടുമാണ്, അവരുടെ ആ ഒരു പ്രോഗ്രാമിങ് കളയാത്തത് കൊണ്ടാണ്, സോൾ വൂൺസ് ഹീൽ ചെയ്യാത്തത് കൊണ്ടാണ്. നമുക്ക് ഒരിക്കലും ഒരു ഗ്രൂപ്പാണ് മറ്റേ ഗ്രൂപ്പിന്റെ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് രണ്ടും ഒരു ഫങ്ഷനാലിറ്റി ആണ്. ഒരാളിൽ നിന്ന് എനർജി പോവുകയാണെങ്കിൽ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവും അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്. അപ്പൊ രണ്ടിനും ഒരേപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എന്നാല് മാസ്കുലൈൻ കളക്റ്റീവ് ഒരിക്കലും ഡ്രെയിൻ ആവില്ല. അവർ ഡിസ്റ്റോർട്ട് ആയി പോവും. അവരെന്താ ചെയ്യണത്, ഏതാ ചെയ്യണത്, എങ്ങനെയാ ജീവിക്കണത് എന്ന് പോലും അറിയാണ്ട് ഒരു പർപ്പസ് പോലും ഇല്ലാണ്ട് പോകുന്നതായിട്ട് കാണാം. അത് തന്നെയല്ലേ ഒരു കാർമിക് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോ DM പൊളാരിറ്റി എന്താണ്? ഒരു കാർമിക് ലൈഫ് ജീവിക്കുന്നതായിട്ട് കാണാൻ കഴിയും. വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് ജീവിക്കുന്നത് കാണാൻ കഴിയും. സോഴ്സിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആയിട്ട് ജീവിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ അപ്പർ ജംഗ്ഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പർ ജംഗ്ഷനിലുള്ളവർ ആദ്യം ഹീൽ ചെയ്ത് തുടങ്ങുക. ട്രൂ സോഴ്സിനെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്നതും ഡിവൈൻ മാസ്കുലിൻ കളക്റ്റീവ് തന്നെയല്ലേ. നിങ്ങളുടെ ഫാൾസ് ലൈറ്റിനെ തകർത്തിട്ട് നിങ്ങളെ സോഴ്സിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്താണ്? താഴത്തെ ലോവർ ജംഗ്ഷനിലുള്ള DM പൊളാരിറ്റി ആണ്. അപ്പോ അതിന് കാരണം നിങ്ങൾ അവരങ്ങനെ വിവേകം ചെയ്യാൻ കാരണം അവരൊരു പാതി ജീവൻ ജീവിക്കുന്നത് കൊണ്ടാണ്. അത് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ്, നിങ്ങളുടെ ലൈറ്റ്. അപ്പോ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ രണ്ടുപേർക്കും തന്നെ ഭയങ്കര ടോക്സിക് ആയിട്ട് മാറുന്നതും, രണ്ടുപേർക്കും ഒരു അവേക്കനിങ് കൊണ്ടുവരുന്ന ഒരു പൊളാരിറ്റി ആയിട്ട് മാറുന്നതും, നിങ്ങൾ അവരെ പാർട്ട്ണറായിട്ടും ഒക്കെ ചൂസ് ചെയ്യുന്നതും അതുകൊണ്ടാണ്.
കാണാൻ കഴിയുമെന്ന് അറിയില്ല നിങ്ങക്ക്. ഇതാണ് നമ്മുടെ പ്രിഡാറ്ററി പൈപ്പ് ലൈന്. ഇനി അപ്പർ ജംഗ്ഷനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. അപ്പർ ജംഗ്ഷനിൽ എന്ത് സംഭവിക്കും? എംപാത്തുകൾ ഡ്രെയിൻ ആവുന്നു ഞാൻ പറഞ്ഞു. എംപാത്ത് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ഫെമിനിൻ സോഴ്സിലേക്ക് വളരെ ട്യൂൺഡ് ആണ്. അതുകൊണ്ട് അവര് നാച്ചുറലി ഒരു വളരെ വലിയ എമൗണ്ട് ലൈറ്റും എംപത്തിയും റോ എനർജിയും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരാൾക്കാരാണ്. കാരണം സോഴ്സിന് വളരെ അടുത്തിരിക്കുന്നത് കൊണ്ടാണത്. പക്ഷേ അവർക്ക് ആ ഒരു കാർമിക് ക്രിയേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്റ്റോർഷനാ, ഒരു അറിവില്ലായ്മയോ ഒക്കെ ഉണ്ടെങ്കിൽ അവരില് ഒരു വൂണ്ട് ഉണ്ടാവും. ആ വൂണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവരെ സേവ് ചെയ്യണം, ബാക്കിയുള്ളവരെ ഫിക്സ് ചെയ്യണം, അല്ലെങ്കിൽ അവരിൽ നിന്ന് വാലിഡേഷൻ വേണം, അവരെ വാലിഡേറ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം. അപ്പോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവരുടെ ചാനൽ എന്ന് പറയണത് ഒരു ബൗണ്ടറി ഇല്ലാണ്ട് അവരുടെ ലൈറ്റ് കാർമിക് ക്രിയേഷനിലേക്ക് പോകുന്ന രീതിയിൽ വൈഡ് ഓപ്പൺ ആയിട്ടിരിക്കും. അതുകൊണ്ട് അവർക്ക് ബൗണ്ടറി ഇല്ലാത്ത പ്രശ്നം വരുന്നുണ്ട്. അപ്പോ ഈ കാർമിക് പ്രോഗ്രാം എന്ന് പറയുന്നത് അവരുടെ ബൗണ്ടറി ഇല്ലായ്മയിലൂടെയാണ് ഈ എംപാത്തുകളെ അപ്പർ ജംഗ്ഷനിൽ വെച്ച് അറ്റാച്ച് ആവുന്നത്. എംപാത്തുകളും കാർമിക് പ്രോഗ്രാമും തമ്മിൽ ഇവിടെ അറ്റാച്ച് ആവുന്നത് എന്തുകൊണ്ടാണ്? എംപാത്തുകൾക്ക് ബൗണ്ടറി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ബൗണ്ടറി വെക്കാത്തത് കൊണ്ട് കാർമിക് ഡ്രെയിൻ ആയിട്ട് അവർക്ക് ഒരു കണക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് അവര് കാർമിക് പ്രോഗ്രാം എന്താ എംപാത്തുകളിലേക്ക് അറ്റാച്ച്ഡ് ആകും. ആ ഒരു ഓപ്പൺ വാൽവ് വഴി. പിന്നെന്താ, അവരുടെ എനർജി അതിൽ കൂടെ സൈഫൺ ചെയ്തെടുത്തിട്ട് അത് ഹെൽത്തി ഗ്രൗണ്ടിലേക്ക് പോകുന്നതിന് മുന്നേ കാർമിക് ക്രിയേഷനിലേക്ക് വലിച്ചെടുക്കുന്നത് കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾ ട്രൂ ആയിട്ട് ഗ്രൗണ്ട് ചെയ്തില്ലെങ്കിൽ എംപാത്തുകള്, നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി കാർമിക് ക്രിയേഷനിലേക്ക് പോകുന്നതായിട്ട് കാണാം. അപ്പൊ ഒരു ഹെൽത്തി ഗ്രൗണ്ടിലേക്ക് പോവില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈൻ മാസ്കുലിന്റെ പിന്നാലെ ഓടും, മാസ്കുലിൻ കൗണ്ടർ പാർട്ടിന്റെ പിന്നാലെ ഓടും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കേൾക്കണം നിങ്ങളുടെ പ്രശ്നങ്ങൾ. പക്ഷെ നിങ്ങൾ സ്വയം ഇരുന്ന് അതൊന്ന് കേൾക്കുമ്പോഴാണ് നിങ്ങൾ ശരിക്കും ട്രൂ ഒരു ഗ്രൗണ്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രോബ്ലംസ് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പാറ്റേൺ ഹീൽ ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ സ്വയം ഒരു ഗ്രൗണ്ട് ആവുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഹെൽത്തി ഗ്രൗണ്ട് കിട്ടുക. അല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങളിലേക്ക് വരുന്ന സോഴ്സ് എനർജി, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഡിവൈൻ സോഴ്സ് ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ആ സോഴ്സ് എനർജി എപ്പോഴും നിങ്ങളായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ അത് കാർമിക് ക്രിയേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ബോഡിയിലെ പാറ്റേൺസ്, ചിന്താഗതി, ആ കുണ്ടലിനി എനർജി അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന സോഴ്സ് എനർജി നിങ്ങളുടെ വേറെ അനാവശ്യമായ ചിന്തകളിലേക്കും അനാവശ്യമായ ആക്ഷനിലേക്കുമാണ് പോകുന്നത്. അപ്പോ നിങ്ങൾ ട്രൂലി ഗ്രൗണ്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടേക്കാണ് ഈ എനർജി നമുക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുക, ഗ്രൗണ്ട് ചെയ്യാൻ പറ്റുക, എന്ത് നല്ല മാറ്റാണ് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് അവര് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ, അവരൊരു അൺകോൺഷ്യസ് ഫ്യൂവൽ സപ്ലൈ ആവും. എന്തിനു വേണ്ടിയിട്ട്? ഈ മെട്രിക്സിലെ ഗ്ലിച്ചിന് അല്ലെങ്കിൽ ഈ ഒരു കാർമിക് ക്രിയേഷന് വേണ്ടിയിട്ട് അൺകോൺഷ്യസ് ആയിട്ട് എന്താ അവർ ഫ്യൂവൽ ചെയ്തുകൊണ്ടിരിക്കും. കോൺഷ്യസ് ആയിട്ട് അവർ ഗ്രൗണ്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ. ഈ ലോവർ ജംഗ്ഷനിൽ എന്ത് സംഭവിക്കും? ലോവർ ജംഗ്ഷനിൽ നാർസിസിസ്റ്റുകൾ ഇരിക്കുന്നുണ്ട്. അവർക്ക് ഗ്രൗണ്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവർക്ക് ഡിസ്റ്റോർട്ടഡ് ആവും. നിങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ കാർമിക് ക്രിയേഷനിൽ നിന്ന് ലഭിക്കുന്ന എനർജി കൊണ്ട് അവർ ഡിസ്റ്റോർട്ടഡ് ആവുന്നുണ്ട്. അത് അവർക്കും നല്ലതല്ല. അവർ എനർജി വാമ്പയേഴ്സ് ആണ്. പക്ഷെ ആ എനർജി എടുത്തിട്ട് അവർക്ക് ഒരു ഉപകാരവും ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. അത് ട്രൂ ആയിട്ടുള്ള ഒരു സോഴ്സ് പോലും അല്ല. അതുകൊണ്ടാണ് അവർക്ക് ദേഷ്യം വരുന്നതും കൂടി എന്ന് എനിക്ക് തോന്നും ചിലപ്പോ. അപ്പോ നാർസിസിസ്റ്റ് അല്ലെങ്കിൽ വാമ്പയർ അവരെന്താ ചെയ്യുന്നത്? അവർ അബ്സോർബ് ചെയ്യും. അപ്പോ ആ ഡ്രെയിനിന്റെ നടുവിലുള്ള കാർമിക് ക്രിയേഷൻ അല്ലെങ്കിൽ ആ ഡ്രെയിനിന്റെ അടുത്തിരിക്കുന്നത് എന്താണ്? നാർസിസിസ്റ്റ് അല്ലെങ്കിൽ എനർജി വാമ്പയേഴ്സ് ആണ്. ഇവരാണ് ലോവർ ജംഗ്ഷനിൽ ഇരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് എങ്ങനെയാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഒരു സോഴ്സിൽ നിന്ന് ഉള്ള ഒരു സിവിയർ ഡിസ്കണക്ഷനിലാണ് അവരിയ്ക്കുന്നത്. ഒരിക്കലും അവർക്കൊരു സ്വന്തമായ ഒരു ലിങ്ക് സോഴ്സിലേക്ക് ഇല്ല. അപ്പൊ അവർക്ക് ആ ഒരു ഫ്രീക്വൻസി ഒരിക്കലും ഇന്റേണലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ മിറർ ചെയ്യുന്നത്.
എംപാത്തുകളെ മിറർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. എന്നാൽ പോലും അവരിൽ എംപാത്തുകളിൽ പോലും ആ ഒരു ട്രൂ സോഴ്സ് കണക്ഷൻ ഹീൽ ചെയ്യാണ്ട് മാനിഫെസ്റ്റ് ആവില്ല, കണക്ഷൻ ലഭിക്കില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നാർസിസിസ്റ്റുകൾ ഇങ്ങനെ ഫാൾസ് ലൈറ്റ് എടുത്താലും അവരും എപ്പോഴും അലച്ചിൽ തന്നെയാണ്. അവർക്ക് ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല എംപാത്തുകളിൽ നിന്ന്. അപ്പൊ ഇൻസ്റ്റീഡ് ഓഫ് ആക്ടിങ് ആസ് എ ക്ലീൻ ഡിവൈൻ മാസ്കുലിൻ, അപ്പോ അവർക്ക് ഒരു ചോയ്സ് ഉണ്ട്. താഴത്തെ ആ ഒരു ലോവർ ഗ്രൂപ്പിൽ ജംഗ്ഷനിൽ ഇരിക്കുന്ന നാർസിസിസ്റ്റുകൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്. അവർക്ക് സോഴ്സിക്ക് കണക്ട് ചെയ്തില്ലെങ്കിലും അവർക്കൊരു ഗ്രൗണ്ട് ആവാൻ കഴിയും, നല്ലൊരു ഗ്രൗണ്ട് ആവാൻ കഴിയും. അപ്പോ അവരുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രൂ ഡിവൈൻ മാസ്കുലിൻ ആവുക എന്നുള്ളതാണ്, ഒരു ട്രൂ വോയിഡ് ആവുക എന്നുള്ളതാണ്. അപ്പോ ഒരു ക്ലീൻ ആയിട്ടുള്ള ഡിവൈൻ മാസ്കുലിൻ എനർജി ആവാതെ, അത് ശരിക്കും എന്താ, ഒരു ഡിവൈൻ മാസ്കുലിൻ എനർജി നമ്മളെ കണ്ടെയ്ൻ ചെയ്യും, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും, നമ്മുടെ ഫെമിനിൻ എനർജീനെ ഗ്രൗണ്ട് ചെയ്യും. അതൊരു ബ്ലാക്ക് ഹോൾ ആയിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് അവര് താഴേക്ക് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാതെ അവരെന്ത് ചെയ്യും, അവർ കാർമിക് പ്രോഗ്രാമിക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ശ്രദ്ധിച്ചാൽ കഴിയും, ഈ ഡയഗ്രാമിൽ കാണാൻ കഴിയും. എംപാത്തുകൾക്ക് എന്താണ്, അവർക്ക് സോഴ്സിക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ട്രൂ സോഴ്സിക്ക്. പക്ഷെ അവരെന്താ, പകരം ഫാൾസ് ലൈറ്റ് വഴി അവർ കാർമിക് ബ്രെയിനിക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, ബൗണ്ടറി ഇല്ലാത്തത് കൊണ്ട്. നാർസിസിസ്റ്റുകൾക്ക് എന്താണ്, ട്രൂ ഡിവൈൻ മാസ്കുലിൻ അല്ലെങ്കിൽ ട്രൂ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അവരത് ചെയ്യാണ്ട് എന്താ ചെയ്യുന്നത്, അവര് കാർമിക് ബ്രെയിനിങ്ങിൽ നിന്ന് അബ്സോർബ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്, ബൗണ്ടറി ഇല്ലാത്ത ആൾക്കാരിൽ നിന്ന് അബ്സോർബ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പൊ അവർക്ക് ആ ഒരു ഓപ്ഷൻ അവർ ഉപയോഗിക്കണില്ല, ഒരു ഡിവൈൻ മാസ്കുലിൻ ആവാനുള്ള ഒരു ഓപ്ഷൻ, നമ്മൾ ഡിവൈൻ ഫെമിനിൻ ആവാനുള്ള ഒരു ഓപ്ഷൻ ഉപയോഗിക്കാത്തത് പോലെ തന്നെ നമ്മൾ നേരെ എംപാത്തുകളായിട്ട് അല്ലെങ്കിൽ DF നേരെ സോഴ്സിക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സോഴ്സിനെ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ, സോഴ്സിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരുപോലെ തന്നെ ആ ഒരു സോഴ്സിലേക്കും പ്രൊട്ടക്ഷൻ വഴി എന്താ, നമ്മുടെ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ പോസിബിലിറ്റി എന്ന് പറയാൻ അതൊരു ഡിവൈൻ മാസ്കുലിൻ പ്രോപ്പർട്ടി ആണ്. ഒരുപോലെ തന്നെ നമുക്ക് സോഴ്സും ഗ്രൗണ്ടും ഡിവൈൻ ഫെമിനിനും ഡിവൈൻ മാസ്കുലിൻ ആവാൻ കഴിയും, ഏതെങ്കിലും ഒന്നായാലും മതി. അപ്പൊ അതുപോലെ തന്നെ മാസ്കുലിനും അതുപോലെ തന്നെ അവർക്ക് താഴേക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഒരു ഗ്രൗണ്ടിലേക്ക് ഒരു ട്രൂ ഡിവൈൻ മാസ്കുലിൻ ആവാൻ തുടങ്ങിയാൽ അവർക്ക് എന്ത് സംഭവിക്കും, അവർക്ക് ട്രൂ സോഴ്സിക്ക് ഓട്ടോമാറ്റിക്കലി കണക്ഷൻ വരും. അപ്പൊ സോഴ്സിൽ നിന്നുള്ള ഡിസ്കണക്ഷൻ എന്ന് പറയുമ്പോൾ ഡിവൈൻ മാസ്കുലിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷെ അവർക്ക് ഓപ്ഷൻ ഉണ്ട്, താഴേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അപ്പോ ഈ ഡിവൈൻ മാസ്കുലിൻസിന് താഴേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോ അതിക്ക് കണക്ട് ചെയ്യാണ്ട് അവരെന്താ ചെയ്യുന്നത്, മിഡിലുള്ള കാർമിക് ക്രിയേഷനിലേക്ക് കണക്ട് ചെയ്യുകയാണ്. ട്രൂ ലൈറ്റിക്ക് കണക്ട് ചെയ്യുന്നതിന് പകരം ഫാൾസ് ലൈറ്റിക്ക് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവർക്ക് കുറച്ച് സമയത്തേക്ക് സാറ്റിസ്ഫൈഡ് ആവാം, പക്ഷെ വീണ്ടും വീണ്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും, സോഴ്സ് വീണ്ടും വീണ്ടും വേണ്ടി വരും. ഇപ്പോ ഈ ഹാരി പോട്ടറിലെ വോൾഡമോർട്ട് ജീവിക്കുന്ന പോലെ തന്നെ ഒരു ഹാഫ് ലൈഫ് ആയിരിക്കും അവർ ജീവിക്കുക. അവർക്ക് എന്തെങ്കിലും ലൈറ്റ് കിട്ടിയാൽ പോലും അവർ സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഗ്രൗണ്ട് ആയിട്ട് കണക്ട് ചെയ്യാണ്ട് മാസ്കുലിൻ കളക്റ്റീവ് എന്താണ് ചെയ്യുന്നത്, വേക്കന്റ് അല്ലെങ്കിൽ അവർ ലോവർ എൻഡ് കാർമിക് ക്രിയേഷന്റെ ലോവർ എൻഡിലുള്ള പ്രോഗ്രാമിക്ക് കണക്റ്റഡ് ആണ്. അവിടുന്ന് അബ്സോർബ് ചെയ്യുന്നു, അവിടുന്ന് അവർ ഡിസ്റ്റോർട്ടഡ് ആവുന്നു. എംപാത്തുകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫാൾസ് ലൈറ്റ് വെച്ചിട്ട് അവര് ഡിസ്റ്റോർട്ടഡ് ആവുന്നു. അവർ അബ്സോർബ് ചെയ്യുന്നെങ്കിലും എന്താണ്, അവർ ആ അബ്സോർപ്ഷനിൽ നിന്ന് ഡിസ്റ്റോർട്ടഡ് ആവുന്നുണ്ട്. അപ്പൊ ടെമ്പററി ആയിട്ട് ആർട്ടിഫിഷ്യലി അവരുടെ സ്വന്തം ഫീൽഡ് പവർ ചെയ്യാനാണ് അവർക്ക് ഈ അബ്സോർബ് ചെയ്യുന്ന എനർജി ഉപയോഗിക്കാൻ കഴിയുക. പക്ഷെ അത് ടെമ്പററിലി മാത്രമാണ്. ഇനി ഒരു മെസ്സേജും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ ലൈവ് അവസാനിപ്പിക്കാം, ഈ പാർട്ട് അവസാനിപ്പിക്കാം, 4th പാർട്ട്. അപ്പോ ഇനി ഇവിടെ എന്താണ് കോഡിപ്പെൻഡൻസി, നമ്മൾ പറയുന്നത് കോഡിപ്പെൻഡൻസി എന്താണെന്നാണ്. ഈ ഒരു പൈപ്പ് ലൈൻ ഡയഗ്രാം നമ്മൾ വിശദീകരിക്കുമ്പോൾ മാത്രമേ നമുക്ക്
അതിന്റെ ട്രൂ പ്രോബ്ലം ശരിക്കും കാണാൻ കഴിയുക. അതെന്ന് പറയുന്നത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ലെവലിൽ വെച്ച് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഗ്രാം അല്ല എന്ന് നമുക്ക് മനസ്സിലായില്ലേ. ഇതൊരു വലിയൊരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജറ്റിക് സ്ട്രക്ചർ ആണ്. അതൊരു ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമിക് എനർജറ്റിക് എക്കണോമി ആണ്. അപ്പോ അവിടെ മൊത്തം ഹ്യൂമാനിറ്റി എന്താണ് ഇൻവോൾവ്ഡ് ആണ്. അപ്പൊ ഈ കോഡിപ്പെൻഡന്റ് ഡൈനാമിക് അതുകൊണ്ടാണ് വളരെ അൺബ്രേക്കബിൾ ആയിട്ട് തോന്നുന്നത്. ഡിപ്പെൻഡന്റ് ആണ്, വളരെ ഡിപ്പെൻഡന്റ് ആണ് കാർമിക് ക്രിയേഷനിൽ എംപാത്തുകളും നാർസിസിസ്റ്റുകളും. അപ്പൊ ഈ ഒരു ഡിപ്പെൻഡൻസി തന്നെയാണ് കോഡിപ്പെൻഡൻസി. അങ്ങോട്ടും ഇങ്ങോട്ടും കാർമിക് ക്രിയേഷൻ വഴി ഡിപ്പെൻഡന്റ് ആണ്. ഒരാൾ ഈ ഡിപ്പെൻഡൻസി ബ്രേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ മറ്റാളും ബ്രേക്ക് ആക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡിവൈൻ ഫെമിനിൻസ് കോഡിപ്പെൻഡൻസിനെ പറ്റിയിട്ട് പഠിക്കേണ്ട ആവശ്യകത. നിങ്ങൾ ഒരു കാർമിക് ക്രിയേഷനിൽ അൺപ്ലഗ് ആയിട്ടുണ്ടെങ്കിൽ ഡിവൈൻ മാസ്കുലിൻസിന് നിങ്ങൾക്ക് ഡിവൈൻ മാസ്കുലിൻ ആയിട്ടുള്ള ഒരു കണക്ഷൻ, നിങ്ങൾ ഡിവൈൻ മാസ്കുലിൻ ആവും. അപ്പൊ നമ്മുടെ എർത്തിക്ക് കൂടുതൽ ട്രൂ സോൾസ് പവർ ചെയ്യാൻ കഴിയും. അപ്പോൾ മാസ്കുലിൻസിന് ട്രൂ സോൾസും ഫാൾസ് സോൾസും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും സാധിക്കും. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ഒരു കോഡിപ്പെൻഡൻസിയിൽ നമുക്ക് കാണാൻ കഴിയും എംപാത്ത് അവരുടെ എനർജി കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു മിഡിൽ ആയിട്ടുള്ള കാർമിക് ഗ്രൗണ്ടിലേക്ക് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനർജി. നാർസിസിസ്റ്റുകൾ എന്താ ചെയ്യുന്നത്? ആ മിഡിൽ ഗ്രൗണ്ടിൽ നിന്ന് കാർമിക് ഗ്രൗണ്ടിൽ നിന്ന് എന്താണ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. ഗ്രൗണ്ടിൽ എന്താ സംഭവിക്കുന്നത്? ട്രൂ വോയിഡ് അല്ലെങ്കിൽ ട്രൂ മാസ്കുലിൻ അത് ഒരിക്കലും അതിന് ഒരു ക്ലിയർ ആയിട്ടുള്ള സിഗ്നലോ ഒരു ക്ലിയർ ആയിട്ടുള്ള സ്വതന്ത്രമായ ഒരു ട്രാൻസ്മിഷനോ ലഭിക്കുന്നില്ല. അതിന് ട്രൂ സോഴ്സ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് സോൾ അല്ലെങ്കിൽ ഫെമിനിൻ എന്താണ് എൻ്റയർലി ഡിപ്ലീറ്റഡ് ആയി കിടക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്തെങ്കിലും ട്രൂ സോഴ്സ് ഡിവൈൻ ഫെമിനിന്റെ ഉള്ളിലേക്ക് വരികയാണെങ്കിൽ അവൾ അതെടുത്ത് കാർമിക് ക്രിയേഷനിലേക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് സോഴ്സ് എപ്പോഴും നമ്മുടെ സോളിക്ക് കണക്റ്റഡാ. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ സോഴ്സ് എന്ന് പറയുന്നത് വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ സോളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഈ സോളിന്റെ എനർജി എംപാത്തുകൾ എന്ത് ചെയ്യും? അതെടുത്തിട്ട് കാർമിക് ഡ്രെയിനിക്ക് കൊടുക്കുന്നത് കൊണ്ട് അവരുടെ ചിന്തകളും പ്രവൃത്തികളും കാർമികമായ രീതിയിൽ കോഡിപ്പെൻഡന്റ് ആയിട്ട് പോകുന്നത് കൊണ്ടും ബാക്കിയുള്ളവരെ ആശ്രയിച്ച് പോകുന്നത് കൊണ്ടും ഈ സോളിന്റെ ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ് വളരെയധികം ഡ്രെയിൻ ആയി പോകും. അത് വളരെ വലിയൊരു ക്രൂരതയാണ്. അപ്പൊ ആ ഡ്രെയിനിൽ നിന്ന് എന്ത് ചെയ്യും? കിട്ടുന്നത് കുടിക്കാന്ന് പറഞ്ഞ പോലെ അവരെടുക്കും. മറ്റേ പൊളാരിറ്റി, നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പൊളാരിറ്റി അല്ലെങ്കിൽ DMs പൊളാരിറ്റി എന്ത് ചെയ്യും? അവരത് എടുക്കും. അപ്പൊ സോളാണ് ഡ്രെയിൻ ആവുന്നത്. അതുപോലെ തന്നെ മാസ്കുലിൻസ് ഡിസ്റ്റോർട്ടഡ് ആവുന്നതും കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെ കോഡിപ്പെൻഡൻസി ആണ്. ഈ കാണുന്നതൊക്കെ കോഡിപ്പെൻഡൻസി ആണ്. അതിന്റെ ഒരു എനർജറ്റിക് ഓവർവ്യൂ ആണ് നമ്മൾ കാണുന്നത്. അപ്പോ ഈ എൻ്റയർ സിസ്റ്റത്തില് ഇതെന്തുകൊണ്ട് നിലനിന്ന് പോകുന്നു? ഇത്തരത്തിലുള്ള ഒരു സിസ്റ്റം നിലനിന്ന് പോകാൻ കാരണം രണ്ട് പാർട്ടീനെയും ഒരു ഇല്യൂഷനിൽ ഇട്ടിരിക്കുകയാണ്, ഒരു തെറ്റിദ്ധാരണയിൽ ഇട്ടിരിക്കുകയാണ്. അവര് രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യുന്നു, പ്രണയത്തിലാണ്, റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത്. പക്ഷെ ആക്ച്വലി അവരുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് അല്ല അത്. രണ്ടാൾക്കാരുടെ ഇടയിലുള്ള റിലേഷൻഷിപ്പ് അല്ല അത്. പകരം എന്താ ഒരു കാർമിക് ക്രിയേഷൻ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബന്ധം. അതുകൊണ്ടാണ് ഒന്നും ശരിയല്ല എന്ന് നമുക്ക് തോന്നുന്നത്. എത്ര ചെയ്തിട്ടൊന്നും ശരിയല്ല. കാരണം അത് റിലേഷൻഷിപ്പ് അല്ല, ഇതൊരു കാർമിക് ക്രിയേഷനിൽ കൂടെ എനർജി ഫ്ലോ ചെയ്യുന്നതാണ്. അപ്പോ അതാണ് ഒരു ഇന്ററാക്ഷൻ, അതാണ് ഒരു ഇല്യൂഷൻ. അവർക്ക് തോന്നും അവര് പരസ്പരം ഇന്ററാക്ട് ചെയ്യുകയാണെന്ന് തോന്നും. പക്ഷെ ട്രൂലി അതൊരു ഇന്ററാക്ഷൻ അല്ല. ശരിക്കും അത് ആ ഒരു കാർമിക് ക്രിയേഷന്റെ മെയിൻ്റനൻസ് നീഡ്സ് അതിനെ സെർവ് ചെയ്യുകയാണ്, അതിനെ വളർത്തിക്കൊണ്ട് പോവുകയാണ്. ഒരു പാരസിറ്റിക് ആയിട്ടുള്ള കാർമിക് സ്ട്രക്ചറിനെ വളർത്തിക്കൊണ്ട് പോവുകയാണ്. അപ്പോ എംപാത്തിനെ ട്രിക്ക് ചെയ്തിരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവര് കൊടുക്കുന്നത് ഒരു ആത്മാവിനാണ്, കൊടുക്കുന്നത് ഒരു സോളിനാണെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ നമ്മൾ ഡയഗ്രാമിൽ കണ്ടു സോള് മേലെയാണ് ഇരിക്കുന്നത്, സോഴ്സിനും മേലെയാണ് സോൾ ഇരിക്കുന്നത്. അപ്പോ സോളിനല്ല, നാർസിസിസ്റ്റുകൾക്ക് സോളില്ല. അവര് സോളിനല്ല കൊടുക്കുന്നത്,
അവര് നമ്മളെ മിറർ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് തോന്നുന്നത് അവർക്ക് ഒരു സോൾ ഉണ്ട് എന്നുള്ള രീതിയിൽ. അത് നമ്മുടെ തന്നെ ഒരു പ്രതിച്ഛായയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമുക്ക് തോന്നും നമ്മൾ കൊടുക്കുന്ന പാർട്ടി, നമ്മുടെ പാർട്ട്ണർ, നമ്മുടെ ആരായാലും, നാർസിസിസ്റ്റിക് ആയിട്ടുള്ള ആരായാലും ഒരു സിസ്റ്റം തന്നെ ആയാലും അവർക്ക് ഒരു നല്ല സ്വഭാവമുണ്ട്, നല്ല എന്തെങ്കിലും ഉണ്ട്, നല്ലതിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്, എന്തെങ്കിലും കൊടുക്കുന്നത് കൊണ്ട് ഗുണമുണ്ട്, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ. പക്ഷെ അതാണ് എംപാത്തുകൾക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അവർ ചിന്തിക്കും അവരൊരു ആത്മാവിനാണ് കൊടുക്കുന്നതെന്ന്. പക്ഷെ നമുക്കറിയാം നാർസിസിസ്റ്റുകൾ ലോവർ ജംഗ്ഷനിലാണ് ഇരിക്കുന്നത്. നാർസിസിസ്റ്റുകൾ എന്താണ്, അവരെ ട്രിക്ക് ചെയ്തിരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ്, അവരുടെ സ്വന്തം വോയിഡ് ഫില്ല് ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയല്ല. അവര് വിചാരിക്കും അവര് സ്വയം ചെയ്യുന്നതാണ്, അവരാരെയും അബ്സോർബ് ചെയ്യുന്നില്ല, അവരാരെയും ഡിപ്പെൻഡന്റ് അല്ല. പക്ഷെ അതൊരു കള്ളത്തരാണ് അവരവരോട് പറയുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് അറിയാം അവര് വളരെ ഡിപ്പെൻഡന്റ് ആണ്, സോഴ്സ് എനർജിയിൽ വളരെ ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ഹോസ്റ്റിലിറ്റി ഉള്ളത്. അപ്പോ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എംപാത്തുകൾക്ക് ആ ഒരു ജംഗ്ഷനെ ഫീഡ് ചെയ്യുന്നത് നിർത്തണം. കാർമിക് ക്രിയേഷൻ അല്ലെങ്കിൽ കോഡിപ്പെൻഡൻസിക്ക് കൊടുക്കുന്നത് നിർത്തിയിട്ട് നമുക്ക് ഇനി ബാക്കി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ട്രൂ സോഴ്സിനെ ചാനൽ ചെയ്യാൻ കഴിയുന്ന ഒരു ട്രാൻസ്മിഷൻ ലൈൻ ആവണം നിങ്ങൾ. അവിടെ എനർജിയിലേക്ക് പ്ലഗ് ചെയ്യണം. എന്നിട്ട് മനസ്സിലാക്കണം അവരുടെ ട്രാൻസ്മിഷൻ, അവരുടെ എനർജി, സോളിന്റെ എനർജി, ആത്മാവ്, നല്ല സ്വഭാവം, ഇതൊക്കെ എന്താണ്, ആരാണ് ഡിസർവ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം. അതൊരു ക്ലീൻ ഗ്രൗണ്ടിലേക്ക് പോകേണ്ടതാണ്. അത് നിങ്ങളിലേക്ക് തന്നെ വീഴേണ്ട ഒരു വെള്ളച്ചാട്ടമാണ്. അത് ഒരു കേടായ ഒരു മെഷീനെ, നിങ്ങളെ ഡ്രെയിൻ ചെയ്യുന്ന ഒരു മെഷീനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കാനുള്ളതല്ല എന്നുള്ളൊരു കാര്യം. അപ്പോ ഇതാണ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. സിസ്റ്റം അപ്ഗ്രേഡിന്റെ പാർട്ട് 5 നമ്മൾ പറയുന്നതായിരിക്കും. എന്തുകൊണ്ട് DF ഡിസ്റ്റോർട്ടഡ് അല്ല പക്ഷെ ഡ്രെയിൻഡ് ആയി പോകുന്നത്. DF എപ്പോഴും ഡ്രെയിൻഡ് ആണ്, ഡിസ്റ്റോർട്ടഡ് അല്ല, ഡ്രെയിൻഡ് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഡ്രെയിനിങ് മാത്രം DF സംഭവിക്കുന്നത്, അത് നമുക്ക് അടുത്ത പാർട്ടിൽ പറയാം. ഇതൊക്കെ കോഡിപ്പെൻഡൻസിയാണ്. DFകൾ ശരിക്കും കോഡിപ്പെൻഡൻസി ഹീൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ DM എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. DM എവിടെ എത്താൻ പോണില്ല. നമ്മൾ വിചാരിക്കും DM എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സോഴ്സിനോടാ സംസാരിക്കണതെന്ന്. പക്ഷെ അത് നമ്മുടെ തന്നെ ആത്മാവിനെ അവർ മിറർ ചെയ്യുന്നത് കൊണ്ട് അവരെവിടെ എത്തിയില്ല, നമ്മൾ ഒന്നും ചെയ്യാണ്ട് അവരെവിടെ എത്തിയില്ല. ഇതാണ് പറയാനുള്ളത്. അപ്പൊ നമുക്ക് പിന്നെ കാണാം. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.